നമസ്കാരം. സ്വന്തം സുഖത്തിനു വേണ്ടി ചോര പൈതലിനെ പിച്ചു ചീന്തിയ ഒരു അമ്മയും കാമുകനും. കേട്ടാൽ ചോര തിളയ്ക്കുന്ന ക്രൂരതയുടെ മൊഴികളാണ് പനവൂരിൽ നിന്നും പുറത്തു വരുന്നത്. 1.5 വയസ്സുകാരൻ ആർഷിദിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ അഖിലയും പങ്കാളി അഷ്കറും പോലീസ് പിടിയിലായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇവർ നൽകിയ മൊഴികളാണ് ഞെട്ടിക്കുന്നത്. കേവലം ഒരു കൊലപാതകമല്ല, മാസങ്ങളോളം ആ കുഞ്ഞു ശരീരത്തിൽ ഇവർ കാട്ടുകൂട്ടി ക്രൂരതകൾ പോലീസിനെ പോലും ഞെട്ടിച്ചു. സ്വന്തം ജീവിതത്തിന് കുഞ്ഞ് തടസ്സമാകുമെന്ന് കരുതി 3 മാസം മുൻപാണ് ഇവർ ഈ ചോര കുഞ്ഞിനെ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഏതൊരു മനുഷ്യന്റെയും കണ്ണു നിറയ്ക്കും. ആ 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ 91 പരം മുറിവുകളാണ് പോലീസ് കണ്ടെത്തിയത്. അതുമാത്രമല്ല, കുഞ്ഞിന്റെ 7ഓളം വാരിയലുകൾ അടിച്ചൊടിച്ച നിലയിലായിരുന്നു. നിരന്തരമായ മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് കുഞ്ഞിന്റെ ജീവനെടുത്തതും. ഇവിടെയും തീർന്നില്ല ഇവരുടെ ക്രൂരത. മരണപ്പെടുന്നതിന് 2 മാസം മുൻപ് കുഞ്ഞിന്റെ 2 കൈകളും അഷ്കർ അടിച്ചൊടിച്ചു. കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണതാണെന്ന് വ്യാജ കഥയുണ്ടാക്കി. 12 ദിവസത്തോളം ഒരു മരുന്ന് പോലും നൽകാതെ ആ പച്ചമാംസം വീട്ടിൽ കിടത്തി പീഡിപ്പിച്ചു. കുഞ്ഞ് നടക്കുന്നത് ഒഴിവാക്കാനായി സിഗരറ്റ് ലൈറ്ററും കനലുകളും ഉപയോഗിച്ച് കാൽപാദങ്ങളിലും ജനനേന്ദ്രത്തിലും നിരന്തരം പൊള്ളിച്ചതായും ചോദ്യം ചെയ്യലിൽ ഈ പ്രതികൾ സമ്മതിച്ചു. ക്രൂരമായ മർദ്ദനത്താൽ അണുബാധയും കടുത്ത പനിയും ബാധിച്ച കുഞ്ഞിന് ചികിത്സ നൽകാൻ പോലും ഈ അമ്മ തയ്യാറായില്ല. പകരം സ്വന്തം നൃത്ത പരിപാടിക്കായി മധുരയിലേക്ക് കുഞ്ഞുമായി ഇവർ പോയി. നെടുമങ്ങാട് മുതൽ തിരുവനന്തപുരം വരെ ബൈക്കിലിരുത്തിയും അവിടെ നിന്ന് മധുരയിലേക്ക് ബസ്സിലുമായിരുന്നു ആ പാവം കുഞ്ഞിന്റെ യാത്ര. തിരികെ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുഞ്ഞ് കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് തൊണ്ടയിൽ ചോറ് കുടുങ്ങിയതാണെന്ന് വരുത്തി തീർക്കാൻ അഷ്കർ നാടകം കളിച്ചുവെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞി ലോകത്തോട് വിട പറയുകയായിരുന്നു. തന്റെ കൺമുന്നിൽ വെച്ച് പങ്കാളി കുഞ്ഞിനെ ഇത്രയധികം ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഒരിക്കൽ പോലും തടയാൻ അമ്മയായ അഖില നോക്കിയിട്ടില്ല എന്നതാണ് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ദയനീയത. തങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള ജീവിതത്തിന് ഈ കുഞ്ഞ് തടസ്സമാകുമെന്ന ചിന്തയാണ് ഈ കൊടും ക്രൂരതയ്ക്ക് കാരണമെന്ന് ഇരുവരും പോലീസിനോട് സമ്മതിച്ചു. മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന ഈ പ്രതികൾക്ക് നിയമം നൽകുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കട്ടെ. അഷ്കറിനെയും പനവൂരിലെ വാടക വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു. ക്രൂരരായ പ്രതികൾക്ക് നേരെ നാട്ടുകാർ കയ്യേറ്റത്തിന് മുതിർന്നതോടെ പോലീസ് കനത്ത സുരക്ഷയാണ് പ്രദേശത്ത് ഒരുക്കിയത്. ഇതിനിടയിലാണ് പ്രതികളുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ദുരൂഹതകളും പുറത്തുവന്നത്. കൊലപാതകം നടന്ന പനവൂരിലെ വീട്ടിൽ പ്രതികളെ എത്തിച്ചപ്പോൾ സ്ത്രീകളടക്കമുള്ള വലിയൊരു ജനക്കൂട്ടം തന്നെ വീട് കളഞ്ഞു. കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിക്കാൻ ഉപയോഗിച്ച സിഗരറ്റ് ലൈറ്ററും മറ്റ് തൊണ്ടുമുദ്രകളും പോലീസ് ഇവിടെ നിന്ന് കണ്ടെടുത്തു. എങ്ങനെയാണ് കുഞ്ഞിനെ മർദ്ദിച്ചതെന്നും എവിടെ വച്ചാണ് പൊള്ളിച്ചതെന്നും പ്രതികൾ പോലീസിനോട് വിവരിക്കുകയായിരുന്നു. യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ ചെയ്ത ക്രൂരതകൾ പ്രതികൾ പോലീസിന് മുന്നിൽ വിവരിക്കുന്നത് കണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും അന്തം വിട്ടു. ഇത് പെട്ടെന്നുണ്ടായ ഒരു മരണമല്ല, കൃത്യമായ ആസൂത്രണത്തോടെ മാസങ്ങളോളം പട്ടിണി കേട്ടും പീഡിപ്പിച്ച് നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് പുറമെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കടുത്ത വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്.